ഹലോ, നമ്മൾ ഇന്ന് പോകുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. മെൽബൺ CBDയിൽ നിന്ന് 1 അവർ മാത്രം ഡ്രൈവ് ഉള്ള ടെസലാർ കബ്ലൂം ഫ്ലവർ ഫെസ്റ്റിവലിലേക്കാണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ ഒരു കാടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വളവും തിരിവും ഒക്കെ കയറി ചുരം കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഇത് ഫുൾ കാടൊന്നുമല്ല, അവിടെ ആയിട്ട് വീടും ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാം, അവിടെ ചെന്നിട്ടും എടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് പോവാണ്. എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ബട്ടർഫ്ലൈ പോലെയൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരാട്ടോ നമുക്ക് ടിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും. നമുക്കൊരു മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൂലിപ്പാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എങ്കിലും നമ്മൾ പോയ സമയത്ത് ടൂലിപ്പ് സീസൺ അല്ലായിരുന്നു. എന്നാലും അവിടെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളും വലിയവരും പ്രായമുള്ളവരും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ ട്രക്ക് പോലത്തെ സൗകര്യമുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു തരും. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ ഫ്ലവറിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാർപ്പറ്റ് പോലെ ഇങ്ങനെ കണ്ടാ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ ടൂലിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ അവിടെ വിത്തിട്ടിരിക്കുവാണ്, അതുകൊണ്ട് ടൂലിപ്പ് ഇപ്പം ഇല്ല. ഇതിപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ സ്പ്രിംഗ് ടൈമിലായിരിക്കും ഈ ടൂലിപ്പ് കൂടിയൊക്കെ വരാൻ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മനോഹരമായ ഒരു ദൃശ്യം തന്നെ ആയിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ സമയത്ത് ഒന്നുകൂടി എന്തായാലും ഒന്ന് വരണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലാവൻഡർ പിങ്ക്, പല ഷെയ്ഡ്സിൽ പിങ്കിൻ്റെ അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ പല ഷെയ്ഡ്സിലായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ സൂര്യകാന്തി വെച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ പ്രകൃതി നമ്മളെ ചതിച്ചു ഗൈസ്, നല്ല മഴ പെയ്തു. ഈ ഒരു വിസിറ്റിൽ മഴ ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. കുറച്ച് നേരം പെയ്യും, കുറച്ച് നേരം പെയ്യത്തില്ല. അപ്പോൾ ആ കുറച്ച് നേരം പെയ്യാത്ത സമയത്താണ് എല്ലാവരും ഓടിപ്പോയി പൂ കാണുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ. അങ്ങനെ മഴ ആയ സമയത്ത് എല്ലാവരും ഓടി ഇങ്ങനെ ഒരു ഷെൽട്ടറിൻ്റെ അടിയിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു ഗിഫ്റ്റ് ആൻഡ് സുവനീർ ഷോപ്പിലേക്ക് എല്ലാവരും ഓടി കയറി. ഇവിടെ ഭയങ്കര പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നല്ല ഒബീഡിയൻ ഡോഗ്സിനെയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇടിച്ച് കയറിയത് ഈ സുവനീർ ഷോപ്പിൽ തന്നെയായിരുന്നു, ഞാനും. അങ്ങനെ ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്, കുറേ ക്രോഷേ ഫ്ലവേഴ്സ് ഉണ്ട്, സൺഫ്ലവർ, അങ്ങനെ കുറേ സാധനം, ടെഡി ബെയർ, പിന്നെ കുറേ ഫ്ലവറിൻ്റെ പ്രോഡക്ട്സും വൈൻസും ബാഗ്സും ടീഷർട്ട്സും പിന്നെ കുറച്ച് ചെറിയ എന്താ പറയുക, ഷോ പീസ് പോലത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ പ്രാന്തിയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ ടൂലിപ്പിൻ്റെ പോലത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ചെക്കൗട്ട് കൗണ്ടർ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടിയും ഇങ്ങനെ ഫെയറി പോലെയൊക്കെ ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് മഴ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്തിരി സമയമുണ്ട്. ആ സമയം കൊണ്ട് ബാക്കി എന്തൊക്കെ പരിപാടികളെന്ന് കാണാം. ഈ സുവനീർ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് സ്നാക്സിൻ്റെ അല്ലെങ്കിൽ ഫുഡ് കാർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ പറയുക, ഫുൾ ഡോണറ്റ്സ് ആയിരുന്നു. പിന്നെ ടീ ആൻഡ് കോഫി ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഫുൾ ഇന്ത്യൻസ് കേട്ടോ. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഈ തണുപ്പത്തെ കാരല്ലേ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത്. പിന്നെ ഈ പൊട്ടറ്റോ, ഈ കുട്ടികളെ പറ്റിക്കുന്ന ഈ പൊട്ടറ്റോൻ്റെ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒറ്റ നടുക്കായിട്ട് ഒരു ജയൻറ്റ് വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് എന്തൊക്കെയോ ടൈപ്പ് ഫുഡ്, ഏഷ്യൻ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണ് നേരെ പോകുന്നത് ഇന്ത്യൻ കാട്ടിലേക്കായിരുന്നു. ഇവിടെ ശിവന്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു ഇന്ത്യൻ കാട്ട് നിൽപ്പുണ്ടായിരുന്നു. ശിവ എന്ന് തന്നെയായിരുന്നു എൻ്റെ പേര്. എന്നിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കണ്ട് കറങ്ങിയതിന് ശേഷം നല്ല സൺലൈറ്റ് വന്നു. അപ്പോൾ കുറച്ചുകൂടി ഫ്ലവേഴ്സ് കാണാമെന്ന് പറഞ്ഞ് പോയി. എൻ്റെ പൊന്നോ, ഇത് നോക്ക്, ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് കാർപ്പറ്റ് പോലെയില്ലേ. ഇത് മൊത്തം ഫ്ലവേഴ്സാണ്. പിന്നെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് ആ പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏത് സൈഡിലാണെന്ന് മാത്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് കിട്ടിയ വെയിലിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ജയൻ വീലിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ കയറിയില്ല. പിന്നെ ഈ ഫെയറീസില്ലേ, ഇവരിങ്ങനെ നടക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. വേറൊരു ആക്ടിവിറ്റിയാണ് ഇങ്ങനെ നമ്മുടെ ബബിൾസ് ഒക്കെ ഇങ്ങനെ വിട്ടിട്ട് അവിടെ കാണാൻ തന്നെ എന്തൊരു രസമാണെന്ന് അറിയാം. നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്ലവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരുമല്ല ചെയ്യുന്നത്. അവിടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബൈ ദ വേ, ഇതിന് $32 ആണ് നമ്മൾ ഓൺലൈൻ എടുത്തപ്പോഴത്തേക്കും കണ്ടത്. അത് ഞങ്ങൾ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടിൽ എടുത്തിരിക്കുന്നതാണ്. കുറച്ചുകൂടി പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് എടുക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ചുകൂടി ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കാണ്. ഇവിടെ സൂര്യകാന്തിയുടെ ഒരു ലോകം തന്നെയാണ് ഗൈസ്, സൺഫ്ലവർ. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്ത് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ജാക്കറ്റ് ഒക്കെ ഇടേണ്ട അവസ്ഥ വന്നുകൊണ്ട് മഴയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനി മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് വരണം. അങ്ങനെ ഈ പൂക്കളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വിശക്കാൻ തുടങ്ങി. അപ്പം തന്നെ പോയിട്ട്, നമ്മൾ ഇന്ത്യൻസ് അല്ലേ, അപ്പം നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സമോസ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സ്റ്റോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഒരു ക്രാഫ്റ്റ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ക്രാഫ്റ്റ് പഠിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു എൻഗേജ്മെൻറ്റ് പോലെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ പാരൻസിന് ബാക്കിയുള്ള സാധനങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവിടെ ഒരു ട്രെയിനറും ഉണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഈ പൂവും കണ്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ ഇവിടെ വന്നിന്ന് ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും കണ്ടതാണ് സർക്കസ് ഉണ്ട്. ഇതും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഈ ഫ്ലവേഴ്സ് എല്ലാം കണ്ടൊന്ന് റെസ്റ്റ് എടുക്കണം തോന്നുമ്പോൾ ഇങ്ങനെ ഇവരുടെ
പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പറ്റും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടൊരു സംഭവമാണ്. ഞാനും അവിടെ വന്നിരുന്നു കണ്ടു. അവിടെ ഇരിക്കുന്ന എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ അവിടെ കുറച്ചുകൂടി സ്റ്റോൾസ് ഉണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇവിടെ ഒത്തിരി ടൈപ്പ് ഫുഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ഫുഡ് നമുക്ക് കഴിക്കണമെങ്കിലും കഴിക്കാൻ. വിയറ്റ്നാമീസ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, വീഗൻ ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഫെയറി ഗാർഡനിലേക്കാണ്. എൻ്റെ ദൈവമേ, ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഫുൾ മെയ്ഡപ്പ് സാധനങ്ങളാണ്. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയോ. പിന്നെ നമ്മുടെ നാട്ടിലൊരു ഫ്ലവർ ഷോയോ എന്തെങ്കിലും ഗാർഡനോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡു നോട്ട് പ്ലഗ് ദ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും. പക്ഷേ ഇവിടെ ആരും അങ്ങനത്തെ ഒരു ബോർഡ് ഞാൻ ഒരിടത്ത് കണ്ടിട്ടേ ഇല്ല. കാരണം ആരും ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു വിത്തെങ്കിലും നമ്മൾ അടിച്ചുകൊണ്ട് വരാതിരിക്കില്ലല്ലേ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ ഗാർഡനകത്തുള്ളത് എല്ലാം തന്നെ പിള്ളേർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരു കുട്ടി പോലും അല്ലെങ്കിൽ ഒരു വലിയ ആൾ പോലും ഒന്നും തൊടുന്നില്ല. ഒരു വിത്തോ തയ്യോ ഒന്നും അടിച്ച് മാറ്റുന്നുമില്ല. അതൊരു ഭയങ്കര നല്ലൊരു ഡിസിപ്ലിൻ എല്ലാവരുടെ അടുത്തൊന്നും ഞാൻ കണ്ടു. അവിടെ ഇങ്ങനെ എന്തൊരു രസമാണെന്നറിയോ. ഈവൻ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല ഈ ഗാർഡൻ. നമുക്ക് വലിയവർക്ക് കണ്ടാലും നമ്മളിങ്ങനെ ഓ വാവ് എന്ന് തോന്നുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഗാർഡൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഇവിടെ വരാനൊന്നും മടിച്ചായിരുന്നു. എന്തൊക്കെയായാലും പൂക്കളല്ലേ എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്നെ വലിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ ഇവിടെ വന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. എനിക്കൊരു 2.25 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. കാറൊക്കെ പിടിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനാണെങ്കിൽ ഇതൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. കാരണം ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാനും ചില്ലിയാനൊക്കെ പറ്റും. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് അവിടെ നിന്ന് ഓർഡർ ചെയ്തു. എൻ്റെ ദൈവമേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് ഞങ്ങളത് എക്സിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിറ്റിൽ കുറേ എന്താ പറയുക പോട്ടൊക്കെയാണുള്ളത്. അതായത് ചെടി വെക്കുന്ന പോട്ട്. അതും ഭയങ്കര ഭംഗിയുള്ള പോട്ട്സൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ സാൻഡ്വിച്ചിൻ്റെ പാക്കേജില്ലേ അതിൻ്റെ ഷേപ്പിലൊക്കെയുള്ള പോട്ട് ഭയങ്കര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുണീക്ക് സാധനങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഈ ബട്ടർഫ്ലൈസും ഈ മോത്തും സാധനങ്ങളൊക്കെ ഈ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ആ ഉറുമ്പ് കണ്ടോ ഭയങ്കര ക്യൂട്ടല്ലേ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ പൂക്കളുടെയും വിത്തുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും വിത്ത് അടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ ടൂലിപ്പിൻ്റെ ആയാലും എന്ത് ഫ്ലവറിൻ്റെ ആയാലും നമ്മൾ അവിടെ കണ്ട എല്ലാ സാധനത്തിൻ്റെയും വിത്ത് ഇവിടെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇത്രയും പിള്ളേർ വരുന്ന സ്ഥലമായിട്ട് ഞാനൊരു സാധനം കണ്ടില്ലായിരുന്നു, കോട്ടൺ ക്യാൻഡി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇവിടെ നോക്കുന്ന നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാനിപ്പോൾ ഷുഗർ കട്ടിലായത് കാരണം ഞാൻ കോട്ടൺ ക്യാൻഡി വാങ്ങിയില്ല. അങ്ങനെ കുറച്ചുകൂടി ഗാർഡൻ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉള്ള സ്റ്റോറൊക്കെ ഞാൻ കുറച്ചുകൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭംഗി. ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ വെച്ചാൽ തന്നെ അത് അടിപൊളിയാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് ഗാർഡനിങ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഗാർഡനിങ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് പൊതുവെ ഗാർഡനിങ് ഇഷ്ടമല്ല. പക്ഷേ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഫൈനലി കബ്ലൂം എന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് മെൽബൺ CBDയിലുള്ള ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇത് ഓയ്ഗ എന്ന് പറയുന്ന ഒരു ക്യുസീനാണ്. ഭയങ്കര വെറൈറ്റിയാണ്. ഏഷ്യൻ ക്യുസീനാണ്. സോസസ് ഒക്കെയാണ്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ക്യൂമിൻ ബീഫാണ്. എൻ്റെ ദൈവമേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ പിന്നെ നടന്നത്. പിന്നെ ഇതൊരു ബീഫ് നൂഡിൽസാണ്. അതും ഒരു രക്ഷയില്ല. അടിപൊളി സാധനമാണ്. ഏഷ്യൻ ക്യൂസീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ പോകണം. നമ്മൾ സ്ഥിരം കഴിക്കുന്ന സോസി സാധനങ്ങളൊന്നും അല്ല. സോസ് ഉണ്ട്, എന്നാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.